ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ 2-3 ടിപ്പുമായിട്ടാണ് വന്നിരിക്കുന്നത്. ഫസ്റ്റ് നമ്മളിതാ ഈ സ്വിച്ചിൻ്റെ അവിടെ ഒക്കെ ഉണ്ടാവില്ല, നമ്മളിങ്ങനെ ഇന്നിട്ടിട്ട് അവിടെ ഒരു ചളിയാവട്ടോ, ഇവിടെ സ്വിച്ചിൻ്റെ ആ ഭാഗത്ത് നമ്മളെ കൈ തട്ടിട്ട് ചളിയാവുമല്ലോ. അപ്പോൾ അത് പോകാൻ വേണ്ടിയിട്ട് ഞാനൊരു സ്വിച്ചിൻ്റെ ബോർഡ് ബാക്കി വെച്ചിരുന്നിട്ടോ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട്. നമ്മൾ ഗോൾഗേറ്റ് ഉണ്ടല്ലോ, ഏത് ഗോൾഗേറ്റും എടുക്കാം. അത് കുറേശ്ശെ ഇങ്ങനെ പരത്തി കൊടുത്തിട്ട് ഒരു സ്ക്രബ്ബർ എടുത്തിട്ട് നല്ലോണം ഒരുത്തി കൊടുക്കുക കേട്ടോ. ഇനി സ്വിച്ച് ബോർഡ് മേലും വരുത്താം, നമ്മളെ ചളിയായ ഭിത്തിയിലൊക്കെ നല്ലോണം ഉരച്ച് കൊടുക്കുക കേട്ടോ. എന്നിട്ട് നല്ലൊരു കോട്ടൻ്റെ തുണി എടുത്തിട്ട്, അപ്പോൾ ഞാൻ ബാക്കിയുള്ളിടത്തൊക്കെ അങ്ങനെ പോക്കിയിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു ഭാഗം നിങ്ങൾക്ക് കാണിച്ചു തരാൻ വേണ്ടിയിട്ട് ഞാൻ വിട്ടതാണ് കേട്ടോ. ഒരു കോട്ടൻ്റെ തുണി എടുത്തിട്ട് നല്ലോണം തുടക്കുക, നല്ല ക്ലീൻ ആവും കേട്ടോ. നല്ലൊരു ടിപ്പാണ്, ഞാൻ ചെയ്യുന്നതാണ്, എനിക്ക് നല്ല യൂസ്ഫുൾ ആയതാണ്. അപ്പോൾ എന്തായാലും ചെയ്ത് നോക്കുക. എന്തൊരു ചളി ഉണ്ടായിരുന്നു അറിയോ. അപ്പോൾ അവിടെയൊക്കെ ഇതാ എല്ലാ വീട്ടിലും ഉണ്ടാകുന്നതാണ്, ഇതാ നല്ലോണം പോയിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് ചെയ്ത് നോക്കുക കേട്ടോ. നെക്സ്റ്റ് ടിപ്പ്, നമ്മളെ കത്തിയൊക്കെ പെട്ടെന്ന് മുറിച്ച പോലെ, ഇറച്ചിയൊക്കെ മുറിക്കാന്നൊക്കെ ബീഫൊക്കെ മുറിക്കാൻ നേരത്തെ തീരെ മുറിച്ചുണ്ടാവില്ല. അതിന് വേണ്ടിയിട്ട് ഇത് അങ്ങനെ ഒരു പാറക്കല്ല്, ഇത് നമ്മൾ പിന്നെ കോറിയിലൊക്കെ പോയിട്ട് അവിടെ പാറിൻ്റെ കല്ല് അടിക്കുന്നുണ്ടല്ലോ, അവിടെ നിന്ന് ഉണ്ടാക്കിച്ചാണ് കേട്ടോ ഞാൻ. അപ്പോൾ ആ കല്ലുകൊണ്ട് ഇതാ അത് വെച്ചിട്ട് ഇങ്ങനെ ഒരു സാധനം നമ്മൾ വീട്ടിലുണ്ടെങ്കിൽ കത്തി ഇടയ്ക്കിടയ്ക്ക് നമുക്ക് മുറിച്ച് വെക്കാൻ നല്ല സുഖമാണ്. നല്ലൊരു ടിപ്പാണ് കേട്ടത്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോഴൊക്കെ, പണ്ടൊക്കെ നമ്മൾ അമ്മീമ്മേലിട്ടതിന് വരുതരി, ഇപ്പോൾ ഇതാ ഇങ്ങനെ ഒരു സാധനം ഉണ്ടാക്കി നമ്മൾ വീട്ടിൽ വെച്ചാൽ നമുക്ക് ഇടയ്ക്കൊക്കെ നമുക്ക് ആവശ്യം ഉണ്ടാകുമ്പോൾ മുറിച്ചാക്കട്ടോ. ഇനി അടുത്ത ടിപ്പ്, നമ്മൾ മിക്സിൻ്റെ ജാറുകളുടെ ആ ബ്ലേഡൊക്കെ മുറിച്ചെടുക്കിടക്ക് പോലെ, അതിന് വേണ്ടിയിട്ട് ഞാനിത് ഇവിടെ കാണിക്കുന്നില്ല. കല്ലുപ്പില്ലേ, കല്ലുപ്പ് ഇട്ടിട്ട് നല്ലോണം അരക്കട്ടോ. നല്ലോണം അരച്ചാൽ നമ്മൾ മിക്സിൻ്റെ ജാറുകളുടെ ബ്ലേഡൊക്കെ അങ്ങ് മുറിച്ചും പെട്ടെന്ന് തന്നെ വരും. ഈ നാലാമത്തെ ടിപ്പ്, നമ്മളെ വറ്റൽമുളക് ഉണ്ടല്ലോ, അത് പെട്ടെന്ന് വരെ നമ്മൾ വീട്ടിൽ കൊണ്ടുവന്നിട്ട് പെട്ടെന്ന് പൂത്തു അല്ലേ, അതില്ലാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ചെയ്യുന്നൊരു ടിപ്പാണ്. നമ്മൾ ഒരു ഏത് പാത്രത്തിലാണോ വറ്റൽമുളക് ഇടുന്നത് അതിൻ്റെ ഉള്ളിൽ ഒരു ന്യൂസ് പേപ്പർ നല്ലോണം ഒന്ന് പൊതിഞ്ഞിടുക, നനവൊന്നും ഉണ്ടാവരുത്. എന്നിട്ട് നമ്മൾ വറ്റൽമുളകിൻ്റെ ആ നെട്ടില്ല അത് ഒഴിവാക്കിയിട്ട് കട്ട് ചെയ്തിടുക. ഇതേമാതിരി ഞാൻ ചെയ്യുന്ന മാതിരി മുറിച്ചിടുക. എന്നാലും വറ്റൽമുളക് ഒന്നും ആവില്ല കേട്ടോ. നമുക്ക് യൂസ് ചെയ്യാൻ എളുപ്പമാണ്, പെട്ടെന്ന് കറിയിലൊക്കെ തൂമിച്ച് വയ്ക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് എടുക്കാൻ പറ്റും. അതൊന്ന് ചെയ്ത് നോക്കട്ടോ. ഇനി നമുക്കിതാ വെളുത്തുള്ളി ചെറിയുള്ളിയൊക്കെ പെട്ടെന്ന് നമുക്ക് ആവശ്യം, നമ്മളെ വീട്ടിൽ കറിക്ക് എത്ര ആവശ്യമുള്ള ഉള്ളിയാണ് വേണ്ടി അതെടുത്ത് നമ്മൾ കറി വെക്കണേ മുന്നേ ഒരു പാത്രത്തിൽ ഉള്ളിട്ടിട്ട്, വെളുത്തുള്ളി എടുക്കാം, ചെറിയുള്ളി എടുക്കട്ടോ. നല്ല തിളച്ച ചൂടുവെള്ളം വെച്ച് കുറച്ച് നേരം അവിടെ വെച്ചേക്കുക, ഒരു 10 മണിക്കൂർ വെച്ചേക്കുക. എന്താ ഞാൻ അരമണിക്കൂറിൻ്റെ അടുത്ത് വരെ വെച്ചിട്ട് ഇതാ കുറേ തൊലിഞ്ഞ് പോന്നിട്ടുണ്ട് കേട്ടോ. പിന്നെ അത് എനിക്ക് നഖമില്ലാത്തതുകൊണ്ട് തൊലിച്ചിട്ട് കിട്ടുന്നില്ല. പെട്ടെന്ന് തന്നെ നമുക്ക് നഖമുണ്ടെങ്കിൽ ഒരു വക്ക് തട്ടിയാൽ പെട്ടെന്ന് പൊളിഞ്ഞു വരും, കുറേ തന്നെ പൊളിഞ്ഞു പോന്നിട്ടുണ്ട്. അപ്പോൾ പെട്ടെന്ന് നമുക്ക് കത്തിയൊന്നും എടുക്കേണ്ട ഒരു ആവശ്യം വരില്ല. അപ്പോൾ ഇത് നിങ്ങൾക്ക് നല്ല ഇതേമാതിരി വെളുത്തുള്ളിയും ചെയ്തിട്ടുണ്ടെങ്കിൽ ഇങ്ങനെ തന്നെ പോരും കേട്ടോ. നല്ല യൂസ്ഫുൾ ആയതാണ്. അപ്പോൾ ഇങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ഇങ്ങനെ ചെയ്ത് നോക്കൂ. അപ്പോൾ കൈക്ക് നഖമില്ലാത്തതുകൊണ്ടാണ് എനിക്ക് കിട്ടാത്തത്. പിന്നെ കൈകൊണ്ട് ഇങ്ങനെ തിരുമ്മിയാലും പോരും കേട്ടോ, പെട്ടെന്ന് പോരും. നല്ല തിളച്ച വെള്ളം ഒഴിച്ച് കൊടുക്കുക. അപ്പോൾ അങ്ങനെ അറിയാത്തവരുണ്ടെങ്കിൽ ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല യൂസ്ഫുള്ളാണ്, നമുക്ക് സമയവും ലാഭമാണ്. പെട്ടെന്ന് നമ്മൾ എന്തെങ്കിലും കറിയൊക്കെ ഉണ്ടാക്കണേ മുന്നേ പാത്രത്തിലിട്ട് കുറച്ച് നേരം ഒരു അരമണിക്കൂർ വെള്ളത്തിൽ തിളച്ച വെള്ളത്തിലിട്ട് വെച്ചാൽ മതി. എന്നിട്ട് വെള്ളം ചൂടാറിയതിന് ശേഷം നമുക്ക് അങ്ങനെ കൈ കൊണ്ട് തന്നെ തൊലിച്ചെടുത്താൽ പെട്ടെന്ന് തോല് പോരും കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം, ഷെയർ ചെയ്യണം, കമൻറ്റ് ചെയ്യണം. നിങ്ങൾ അറിയുന്നവർക്കൊക്കെ പിന്നെ അറിയാത്തവർക്കായിട്ട് ഷെയർ ചെയ്ത് കൊടുക്കുക. എല്ലാ വീട്ടമ്മമാർക്കും ഉപകാരപ്പെടട്ടെ. അപ്പോൾ എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ അടുത്ത ടിപ്പ് വരുന്നതായിരിക്കും. ബായ്.